ഒന്ന് രണ്ട് പേരുണ്ട് അവിടെ. അങ്ങാടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങാടി ഒരു ഗസൽ പൂക്കൾ നിറഞ്ഞ ഒരു സൂഫി നഗരമാണ്. പതിവായി പാടിപ്പാടിയ പാട്ടും സംസാരിക്കുന്ന സമയത്തൊക്കെ ഗസലാണ് സംസാരിക്കുക. ഗസൽ ജീവവായു പോലെ കൊണ്ടു നടക്കുന്ന ഒരു നാട്ടിലാണ്, ഒരു സൂഫി ഗ്രാമമായ താഴെങ്ങാടി എന്ന പ്രദേശത്താണ്. ബാർദ്വാൻ അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ഒരു വലിയ മനുഷ്യൻ സൂഫിസവും ഖവാലിയും ഗസൽ പൂക്കളും ഹിന്ദുസ്ഥാനിയും കർണാട്ടിക് സംഗീതവും അങ്ങനെ മനോഹരമായ സംഗീതം കൊണ്ട് നടന്ന ഒരു വലിയ തറവാട്ടിലാണ് ഞങ്ങളിന്നിരിക്കുന്നത്. അവിടെ ഒരു പേരക്കുട്ടിയുണ്ട്, സിയാഫ് ബർദ്വാനാണ്. സിയാഫ് ബർദ്വാൻ ഗസലിൻ്റെ പുതുവഴികൾ തേടുന്ന ഒരു കലാകാരനാണ്. സിയാഫെ, എന്തൊക്കെയാണ് ഓർമ്മകൾ? ഗസൽ വഴികളിൽ എങ്ങനെയാണ് താങ്കൾ വന്നത്? ഗസൽ വഴികളിൽ വന്നത് തീർച്ചയായിട്ടും കുടുംബ പാരമ്പര്യം കൊണ്ട് മാത്രമാണ്. ജീവിച്ച് വളർന്ന സാഹചര്യം, കേട്ട് വളർന്ന പാട്ടുകൾ, ഗസൽ ഈരടികൾ, ശായരികൾ, ഇതെല്ലാമാണ് കാക്കമാരും പാപ്പമാരും എന്നെല്ലാം കേട്ട് വളർന്നത്. അതുതന്നെയാണ് ഗസലിൻ്റെ എൻ്റെ ഒരു ആധികാരികത. പാപ്പാന കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ജ്യേഷ്ഠ മൂപ്പര് കണ്ടിട്ടുണ്ട്. പിന്നെ കാണാത്തതിനേക്കാൾ പറഞ്ഞ് പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ് കേട്ട അറിവുകൾ, എവിടെ പോയാലും ബാർദ്വാൻ അബ്ദുറഹ്മാൻ ഖാന്റെ മോനാണെന്ന് പറയുമ്പോഴുള്ള ആ ഒരു ബഹുമാനം, അതൊക്കെ എനിക്കൊരു പ്രചോദനമാണ്. ഒന്ന് ഓർക്കാൻ പറ്റുമോ? ബോംബെ എസ് കമാൽ സാഹിബ്, ഇങ്ങനെയുള്ള ഒരു ബാബുരാജ്, നമ്മുടെ ബാബുക്ക ഒക്കെ വന്ന ഒരു വഴികൾ, ആ ഒരു സമയം? അത് വളരെ മുമ്പാണ്. വളരെ മുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ മുമ്പ്, ഞാൻ ചെറുപ്പമാണ്. അപ്പോൾ ബാബുരാജ്, MS ബാബുരാജ് ഇവിടെ വന്നിരുന്നു. പിന്നീട് തരങ്കിണിയിൽ യേശുദാസിൻ്റെ ഒരുപാട് ഗാനങ്ങൾക്ക് സംഗീതം കൊടുത്ത ബോംബെ എസ് കമാലി, ശാന്ത് ഭാഷ, ഉസ്താദന്മാരായ ഷിബിലി ഉസ്താദ്, കുമാർ ഉസ്താദ്, അങ്ങനെ ക്ലാസിക്കലി, ഹയാലി, തുമിരി, ധ്രുപത്ത്, ദാദിര, ഗസലി, ഖവാലി, ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പല ശാഖകളുണ്ടല്ലോ, അതെല്ലാം ആലപിക്കുന്ന ആൾക്കാർ മുമ്പ് ഇവിടെ ഒരു ക്യാമ്പായിരുന്നു. അത് സ്ഥിരമായിട്ട് വരുമായിരുന്നു. പല ആൾക്കാരും പല നാട്ടിൽ നിന്നും വരുമായിരുന്നു. ആ പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നീട് ഞങ്ങളൊക്കെ ഒരു ഗസലിൻ്റെ പാതയിലേക്ക് വന്നത്. അന്ന് നമ്മൾ കേട്ടത് തന്നെ ഹയാല്, തുമരി, ദാദിര, ധ്രുപത്ത്, ഇതുപോലത്തുള്ള ശക്തമായ സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം കേട്ടിട്ടാണ് വളർന്നത്. അവർ പാടുന്നത് കേട്ടിട്ടാണ് ഞങ്ങളെപ്പോലത്തെ യുവതലമുറ വളർന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതൊക്കെ ഒന്ന് ചുരുങ്ങി രണ്ടാമത് വന്നതാണ്, ഈ ഗസലിലേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെയാണ് സിയാഫ് ബർദ്വാനൊക്കെ ഗസൽ ആലാപനം തുടങ്ങിയതും. ഞങ്ങളൊക്കെ ഗസൽ ആസ്വദിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ മൂഡ് തന്നെ ഗസലാണ്. ഗസല് സിയാഫെ, ഗസല് ഒരു പ്രത്യേക റൂട്ടാണ്, പ്രത്യേക ഏരിയ ആണ് അല്ലോ ഗസല്. അതെ, തീർച്ചയായും. ചെറുപ്പത്തിൽ തന്നെ ഗസലിനോട് മാത്രം ഒരു പ്രണയം തോന്നാൻ, ഗസൽ തന്നെ ഒരു പ്രണയമാണ്. പ്രണയത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ് ഗസലിൻ്റെ ഒരു വാക്യം തന്നെ. ഗസൽ, അങ്ങനെ ഗസലിനോട് പ്രണയം, അനുരാഗം തോന്നുക, അതൊരു പാരമ്പര്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പാപ്പാൻ്റെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ സാഹചര്യം, ഗസലിൻ്റെ സാഹചര്യം ഇവിടെ ആണെങ്കിൽ, ഇവിടെ ഈ അങ്ങാടിയിൽ നമ്മൾ പറയുന്ന ഈ എം കുഞ്ഞു മൂസ സാഹിബ്, പിന്നെ ഒത്തുവള്ളിയൊക്കെ എഴുതിയ PT അബ്ദുറഹിമാൻ സാഹിബ്, ഇങ്ങനെയൊക്കെ മഹാന്മാരുണ്ടായ ഒരു സ്ഥലമാണ്. SP ഉസ്മാൻ സാഹിബ് ഒക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് പിന്നെ ഈ ഒരു
ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു എൻ്റെ ശ്രദ്ധയിൽ, വളരെ ചാനലിലെ ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഇപ്പം ഗസൽ ധാരയുടെ ഒരു കേരളത്തിലെ വളരെ പ്രമുഖനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സിംഗറാണ് ഷഹബാസ് അമൻ. ഷഹബാസ് അമനെ എനിക്ക് തോന്നുന്നു ആ ചാനലിൽ അവതാരികയോട് പറയുന്നുണ്ട്, നിങ്ങൾ താഴെങ്ങാടിയിലേക്ക് ഒന്ന് പോകണം. താഴെങ്ങാടിയിൽ 1-2 പേരുണ്ട് അവിടെ, ആഡ്കോർ എന്നാണ് പറയുന്നത്. മെഹദി ഹസൻ. അതെ, അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽപ്പെട്ട 2 വളരെ പ്രശസ്തരായ ആളുകളാണ്. ഈ നാടിൽ ഇങ്ങനെ നാട്ടുവഴികളിലൂടെ ഒക്കെ നടന്നു പോകുന്ന ഷുക്കൂർ ഭായ് എന്ന തങ്ങള്, പിന്നെ റഹീംഖായെ കുറിച്ച് പറയുന്നത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സയ്യിദ് പൂ തങ്ങൾ, അദ്ദേഹവും മരിച്ചുപോയെന്ന് തോന്നുന്നു. അവിടെ ഷഹബാസ് പറയുന്ന ഒരു സംഭവമുണ്ട്, ഷുക്കൂർ ഖാ, നിങ്ങൾ അവിടെ പോകണം. അവിടെ പോയിട്ട് മെഹദി ഹസന്റെ ഹാർഡ്കോർ അത് നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നാ പറയുന്നേ. ഒരു സാധനം നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല, നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. ഷഹബാസ് അങ്ങനെ പറയണമെങ്കിൽ ഷഹബാസിനെ പോലെ ഇപ്പം മലയാളി, ലോകത്തെല്ലാം ഉള്ള മലയാളി ഗസൽ ആസ്വാദകരുടെയും ഹൃദയത്തിൽ ഒരു പുതിയ നക്ഷത്രമാണ് യഥാർത്ഥ ഷഹബാസ്. തീർച്ചയായും ഷുക്കൂർ ഭായിനെ കുറിച്ചും തങ്ങളെക്കുറിച്ച്, പിന്നെ MC തങ്ങളും ഈ റഹീമിനെ കുറിച്ചും ഈ അങ്ങാടിയെ കുറിച്ചൊക്കെ അദ്ദേഹം അത് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഗസൽ പഠിച്ച ആളാണ്, രാഗങ്ങൾ പഠിച്ച ആളാണ്, ഗസൽ പാടാൻ അറിയുന്ന ആളാണ്, ഗസലിൻ്റെ പുതുവഴികൾ തേടുന്ന ആളാണ് ഷഹബാസ്. എന്താ ഷുക്കൂർ ഖാ ഈ ഷഹബാസുമായുള്ളൊരു ബന്ധം? ഷഹബാസ് ഇവിടെയായിരുന്നു, വടകര തന്നെ ആയിരുന്നു. ഷഹബാസ് ഞങ്ങളിൽ ഒരാളായിരുന്നു. ഷഹബാസും ഞങ്ങളെല്ലാം ഒന്ന് തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഞങ്ങളെ കൂട്ടായ്മയിൽ ഷഹബാസ് എപ്പോഴും ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ഷഹബാസിനെ വിളിച്ചു, ഷഹബാസ് ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങളിൽ ഒരാളായിരുന്നു ഷഹബാസ്. ഷഹബാസ് ഇപ്പോൾ സംഗീതത്തിൻ്റെ അത്യുന്നതങ്ങളിലാണ് ഉള്ളത്. ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ഷഹബാസ് ഇപ്പോൾ ഉള്ളത്. ഷഹബാസിന്റെ ഒരു സജനി നമുക്ക് പതിവായി പാടിപ്പാടിയ പാട്ടും പതിവായി പാടി പാടിയ പാട്ടും നിറഞ്ഞ അകലും വേദന സജനി സജനി. ഷഹബാസ് ഓർമ്മകളിൽ നമുക്ക് ഗസലില് മെഹദിയുടെ ഹാർഡ്കോർ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഷഹബാസ്? മെഹദിയുടെ ഒരു പാട്ടായാലോ? ഒരു ഹാർഡ്കോർ തന്നെ പിടിക്കണം, അത് കുറച്ച് റിസ്ക് ആണ് അല്ലേ ഷുക്കൂർ ഖാ? ഓ छोड़ के जाने के लिए सही दे दुखाने के लिए आप से मुझे छोड़ के जाने के लिए നമ്മുടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണല്ലോ M കുഞ്ഞിമൂസ സാഹിബ് ഷുക്കൂർ ഖാ. ഓ M കുഞ്ഞിമൂസ സാഹിബ് രാഘവൻ മാഷ് ട്യൂൺ ചെയ്ത ഒരു പാട്ട് M കുഞ്ഞിമൂസ സാഹിബ് പാടിയിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഓർക്കുന്നുണ്ടോ? അതെ. അത് സിയാഫ് അറിയോ ആ പാട്ട്? ഞാൻ പാടിയിട്ടുണ്ട്. പാടിണ്ടോ? ഞാൻ പാടിയിട്ടുണ്ട്.
മാമന്റെ നാട്ടിലുണ്ടോ ചമ്പക പൂവലാങ്കി അപ്സര കന്യകരാദിക്കും സ്വപ്നമനോഹരാങ്കി അമ്പിളി മാമന്റെ നാട്ടിലുണ്ടോ ചമ്പക പൂവലാങ്കി അപ്സര കന്യകരാദിക്കും അങ്ങാടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങാടി ഒരു ഗസൽ പൂക്കൾ നിറഞ്ഞ ഒരു സൂഫി നഗരമാണ്. ഇനി മെഹഫിലുകളൊക്കെ നടക്കാറുണ്ട്. അത്യാവശ്യം ക്ലബ്ബുകളിലൊക്കെ മെഹഫിലുകൾ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് തങ്ങളെ നടക്കാറുണ്ട്. വർഷങ്ങളായിട്ട് ക്ലബ്ബുകൾ നടത്തിക്കൊണ്ട് ഒരുപാട് ക്ലബ്ബുണ്ട് തോന്നുന്നു. തട്ടുംപുറങ്ങളിലെ മഹഫില് സാധാരണ എല്ലാ ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാത്രി സർവ്വസാധാരണ എല്ലാവരും വരും. ഇത് നമ്മളെ താലൂക്ക് ജില്ലാടിസ്ഥാനത്തിലുള്ള പല പല ഇതുമായിട്ട് ബോർഡുള്ള ആൾക്കാർ എനിക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കും. കുഞ്ഞുമൂസ സാഹിബൊക്കെ മരിക്കുന്നതിന് മുമ്പ് വരെ അത് ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഈ കൂട്ടായ്മ ഉണ്ട്. മൂസക്കാക്കെല്ലാം ഞാനും തങ്ങളെല്ലാം ഇരുന്ന് വായിച്ചു കൊടുക്കുകയെല്ലാം ചെയ്ത ആളാണ്. അത് അതിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. ഈ ഒരു സുഹൃത്തുക്കളൊക്കെ ഗസല് ഇഷ്ടമാണോ? സിയാഫിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവരും ഇപ്പൊ ഗസലിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് കേരളത്തിൽ, മലയാളത്തിൽ. അതെ, പൊതുവെ ഗസലിലേക്ക് തന്നെ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ പ്രോഗ്രാമൊക്കെ സജീവമായി. ഗസലിനെ കുറിച്ച് ചർച്ചകൾ ഒരുപാട്. ഗസല് കൊണ്ട് വന്നതിന് ശേഷം യുവതലമുറ, പ്രത്യേകിച്ച് മലയാളം ഗസല്, അതെ, ഗസലിന്റെ ഒരു ശാഖ, ഗസലിന്റെ ഒരു ശാഖ ജനകീയമായത് ഇത് ക്യാമ്പസ്, നമ്മുടെ ക്ലാസ് മുറികള്, നമ്മുടെ പ്രണയമുറികള്, നമ്മുടെ ജീവിതം, നമ്മുടെ ഓർമ്മകളിലൊക്കെ ഉമ്മായിക്കയുടെ നിലാവ് പോലെയുള്ള ഒരു ഗസലിനെ ജനകീയമാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളൊരു ജനപ്രിയ ഗസൽ ഗായകൻ എന്ന് പറയാൻ പറ്റുന്ന ഒരാളല്ലേ. ഒരു ഏരിയയിൽ ഒരു റൂട്ട് ചെയ്ത് നിന്ന ഒരു സ്ഥാനത്തില്ല, ഒരു വലിയ അസാധ്യമായ ഒരു സാധനത്തിനെടുത്ത് പെറുക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുത്ത്, മഴ പോലെ അല്ലേ, മഴ നനഞ്ഞ പ്രണയം പോലെ, മഴ നനഞ്ഞു പോയ കിനാവ് പോലെ നമുക്ക് ഗസലിനെ കൊണ്ടുതന്നു. ബൈക്ക പാടിയതിനു ശേഷമാണ് എനിക്കൊക്കെ ഗസലിൻ്റെ ഒരു ധാര ഒന്ന് ആസ്വദിക്കാൻ ഒരുപാട് ഇഷ്ടം തോന്നിയത്. മുംബൈക്ക ഇഷ്ടപ്പെട്ട ഗസൽ ഗായകനാണല്ലോ, പ്രണയത്തിൻ്റെ ഗായകനാണ്, നിരാശയുടെ ഗായകനാണ് അല്ലേ, കണ്ണുനീർത്തുള്ളിയുടെ ഗായകനാണ്, മരണത്തിൻ്റെ പോലും ഗായകനാണ്. ആകാശത്തിൻ്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ കുറിച്ച് മനോഹരമായിട്ട് യൂസഫ് അലി കേച്ചേരി സാഹിബ് അദ്ദേഹത്തിൻ്റെ മനസ്സ് കണ്ടിട്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് എഴുതാനുള്ള സാധനവും കൊടുത്തു. അത് കേരളം ഏറ്റുപാടി എന്നുള്ളതാണ്. ഉമ്മായിക്കാനൊന്ന് പിടിക്കാം നമുക്ക്, ഉമ്മായിക്കാന ഓരോ ഓർമ്മിക്കാം അല്ലേ, അല്ലേ ശുക്കൂർക്ക, ഉമ്മായിക്കാനൊന്ന് പിടി. സുന്ദര രൂപം സ്വപ്നമാം വീണയേ സ്വരമുണർന്നേ മൺകുടിലേ മൺകുടിലേ തങ്ക നിലാവൊളി കൊടുത്തി വെച്ചു നന്നായി. നമുക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു അത്. സിയാഫിൻ്റെ സുഹൃത്താണ്, അങ്ങാടിയുടെ പ്രിയപ്പെട്ട മോനാണ്, തങ്ങളെ സുഹൃത്താണ്, ഷുക്കൂർ ബായിയുടെ സുഹൃത്താണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ സ്വപ്നമായിരുന്ന ഒരാളാണ് നമ്മുടെ മുജാബി. തീർച്ചയായിട്ടും നമ്മളെ അകാലത്തിൽ പൊലിഞ്ഞു പോയ ഒരു ഗസൽ പൂവായിരുന്നു ശരിയായ. മുജാബിയെ കുറിച്ചൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ സിയാഫ്? മുജാബിയായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഗസലാണ് സംസാരിക്കുക, ഗസലിനെ കുറിച്ച് മാത്രമേ പറയൂ. ഗസൽ അതിൻ്റെ ഓർമ്മകളൊന്ന്, അടുത്ത കൂട്ടുകാരനാണ് ഭയങ്കരമായിട്ട്. തീർച്ചയായിട്ടും കൂട്ടുകാരനാണ്. പിന്നെ അത് മാത്രമല്ല, ഈ
ഗസലിന്റെ വേദികൾ സജീവമാകുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്, അതെ, ഗസൽ ജനകീയമായി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മിൽ നിന്ന് മുജാബി പിരിഞ്ഞു പോയത്. മുജാബയെ കുറിച്ച് ഓർക്കുന്നതാണെങ്കിൽ ഒരു പറഞ്ഞാൽ തീരാത്തത്രയും പറഞ്ഞാത്തത്ര കഥയുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ചോദിച്ചല്ലോ നേരത്തെ, ഇൻസ്പിറേഷൻ ആയ ഒരു ആൾ തന്നെയാണ് ഗസലിലേക്ക് വരാൻ. വീടും കുടുംബവും ആ സാഹചര്യവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് മുജാബി, പാപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗസൽ വേദികൾ സജീവമാകുന്നതിന് മുമ്പേ മുപ്പർ വിട പറഞ്ഞു പോയി എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഗസൽ ഇങ്ങനെ വളരെ പതുക്കെ പതുക്കെ ഒന്ന് ഇറങ്ങി വരികയായിരുന്നു, മലയിറങ്ങി വരികയായിരുന്നു, ഗസൽ ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. ഈ മില്ലേനിയം ഓഡിയോസ് ഒക്കെ പുള്ളിയുടെ കാസറ്റുകളൊക്കെ ഇറക്കി വരുന്ന സമയത്താണ് അഫ്സൽക്ക പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്, അതൊക്കെ വന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയി നിൽക്കുമ്പോഴാണ് പുള്ളിയുടെ വിയോഗം. മുജാബിയുടെ പാട്ട് സിയാഫ് പാടിയിട്ടുണ്ടോ? ഞാൻ പാടിയിട്ടില്ല, പക്ഷെ സ്റ്റേജിൽ പാടാറുണ്ട്. തങ്ങൾ ഇറക്കി ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പാട്ട്. എത്ര പാട്ട് ഏകദേശം ചെയ്തിട്ടുണ്ടാവും? അത് വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള മില്ലേനിയത്തിന്റെ വലിയ കാസറ്റുകളിൽ തന്നെ രണ്ടുപേരും പാടി. മുജാബിയുടെ 4 പേര് പാടിയത് പ്രശ്നമല്ല. സഖിയില്ലെങ്കിൽ കണ്ണുനീരില്ല കാതലും അതാവില്ലെങ്കിൽ ശാന്തി തേടും ശരാബിയെ സഖിയെങ്കിൽ ശാന്തി തേടും ശരാബിയെ മുജാബിയുടെ വേറെ ഏതെങ്കിലും ഒരു വരിയുണ്ടോ? പല്ലവി മാത്രം ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തലാവാൻ. മിഴികളാലെന്റെ കരളിനോദിച്ച പൈങ്കിളി ഓത്തുപള്ളിയിലെ കിടുക്കിടയിൽ മിഴികളാലെന്റെ കരളിനോദിച്ച പൈങ്കിളി ഓത്തുപള്ളിയിലെ കിടുക്കിടയിൽ സിയാഫിന്റെ ഈ തറവാട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൂഫി ഗ്രാമത്തിന്റെ ഈ അടുത്ത ഒരു ഇടപഴകുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് നമുക്ക് കാഫുമല കണ്ട പൂങ്കാറ്റും ഒട്ടകങ്ങൾ വരിവരിയായി മാപ്പിളപ്പാട്ട് ഗാനശാഖക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള പി ടി അദ്രീമ സാർ, പ്രശസ്ത കവിയാണ്. ഷാസുമാഷ്, നമ്മുടെ ഷാസുമാഷ് പാടി ഓത്തുപള്ളി ഒന്ന് സിയാഫ് ഒന്ന് പാടാം. ഒന്ന് പാടാം, 4 വരി പാടാൻ തോന്നുന്നു. പാഠപുസ്തകത്തിൽ പീലി വെച്ച് കൊണ്ട് പീലി വെച്ച് കൂട്ടുമുന്ന് നീ പറഞ്ഞു പണ്ട് ഉപ്പ് കൂട്ടി പച്ച മാന നമ്മുടെ ഉപ്പ് കൂട്ടി പച്ച ഗസൽ ആസ്വദിക്കുന്ന ഒരു ഏരിയയിലെ ഓഡിയൻസ് തന്നെ വളരെ പരിമിതമാണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച്
മുമ്പൊക്കെ കുറച്ച് റെയറാണ്, കുറച്ച് മ്യൂസിക്കിൽ കുറച്ചുകൂടി ഇടപഴകുന്ന ആൾക്കാരാണ്. സിയാഫ് പൊതുവെ ഗസൽ എല്ലാ സിംഗേഴ്സിനെയും ഫോളോ ചെയ്യുന്ന ആളായിരിക്കില്ലേ സ്വാഭാവികമായിട്ട്? ജഗത് സിംഗ് മുതൽ ഗുലാം അലി, അതെ മെഹദി. തീർച്ചയായിട്ടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗസൽ സിംഗർ ആരാണ്? അത് ഒരു സംശയവും ഉസ്താദ് മെഹദി ഹസൻ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗറും. പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുന്ന സിംഗർ മെഹദിയാണ്, പക്ഷെ അതിനൊക്കെ പരിധിയുണ്ട്. ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണി ജനറേഷൻ വരെ പാടി ഗിറ്റാറൊക്കെ കൂടെ ചെയ്തിട്ട് ഇപ്പൊ പാടി വരുന്നുണ്ട് ആ പാട്ട്. അങ്ങോട്ട് കടക്കുമ്പോ അത് ചില ആൾക്കാർക്ക് സഹിക്കാൻ കഴിയും. അപ്പൊ അത് സഹിക്കുന്നു, അതിനെ ആസ്വദിക്കുന്നു ഒരു വിഭാഗമുണ്ട്. അതാണ് ഷഹബാസ് പറഞ്ഞത്.